കർണാടകയിൽ അമ്മയെ മൈനറായ മകളും മകളുടെ മൈനറായ 4 കൂട്ടുകാരും ചേർന്നു കൊന്ന് കെട്ടിത്തൂക്കി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം. ഒക്ടോബർ 25 ബാംഗ്ലൂർ സുബ്രഹ്മണ്യപുരം പോലീസ് സ്റ്റേഷനുള്ളിലാണ് ഈ സംഭവം. അമ്മ നേത്രാവതി 35 വയസ്സുണ്ട്. അവർ സ്വന്തമായിട്ട് ഡയറി ഫാമൊക്കെ നടത്തുന്നു. അവരുടെ മകള് മൈനറാണ്. അവൾക്ക് 4-5 കൂട്ടുകാരന്മാരും ഉണ്ട്. ആ കൂട്ടത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് അമ്മ വിലക്കി. അതോടുകൂടി അവൾക്ക് വൈരാഗ്യം വന്നു, അവളുടെ കൂട്ടുകാർക്കും വൈരാഗ്യം വന്നു. കഴിഞ്ഞ ശനിയാഴ്ച അമ്മ വീട്ടിലെ രാവിലെ ഇരിക്കുമ്പം മകളുടെ കൂട്ടുകാർ 4 പേരും വീട്ടിൽ വന്നു. അമ്മ അറിയാതെ അമ്മയുടെ മുറി കയറി. അമ്മ ആ കുട്ടികളെ കണ്ടു മുറിക്കകത്ത് വെച്ച്. അവരിറങ്ങിപ്പോയി, ഇറങ്ങടാ വിളി എന്ന് പറഞ്ഞു, ഇറക്കി വിട്ടു. എന്തിനാണ് അവർ വന്നതെന്ന് അമ്മയ്ക്ക് ഉണ്ടാവില്ല. മകളുടെ കൂട്ടുകാരിയാണ്. കൊല്ലാനുള്ള പ്ലാനാണോ പദ്ധതിയാണോ എന്ന് അവർക്ക് അറിയില്ലല്ലോ. മൈനറിലെ കുട്ടികൾ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. പിന്നീട് അവരെ ആത്മഹത്യ ചെയ്തതായിട്ടാണ് കാണുന്നത്. പോലീസ് അവർ കേസ് രജിസ്റ്റർ ചെയ്തു, പോസ്റ്റ്മോർട്ടം നടത്തി. കഴുത്ത് ഞെരിച്ചിട്ട് അവർ അൺകോൺഷ്യസ് ആയി. അതിനുശേഷം കെട്ടിത്തൂക്കുകയാണെന്ന് എന്ന് പോലീസ് ഇപ്പം കണ്ടുപിടിച്ചു. തുടക്കത്തിലെ പോലീസിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. എങ്കിലും മരണപ്പെട്ട നേത്രാവതിയുടെ സഹോദരി അനിതയ്ക്ക് ചില സംശയങ്ങൾ. അമ്മ മരിച്ചിട്ട് മകൾ അവിടുന്ന് മാറിക്കളഞ്ഞു. അമ്മ മരിച്ചതിൻ്റെയുള്ള ദുഃഖം കൊണ്ട് പ്രയാസം കൊണ്ട് പേടിച്ചായിരിക്കും എന്നൊക്കെ സ്വാഭാവികമായിട്ട് ശരിക്കുള്ളൂ. കൊച്ചങ്ങോട്ടൊന്നും വന്നില്ല. അതിനുശേഷം മരണാനന്തര ചടങ്ങിന് സമയത്തും ഇവളെ കാണാനില്ല. ആ വിവരം അമ്മയുടെ 35 വയസ്സുകാരിയായ നേത്രാവതിയുടെ ഇളയവള് അനിതയ്ക്ക് ചില സംശയങ്ങൾ മകളുടെ പേരിൽ തോന്നി. എന്തായാലും ആ സംശയം സുബ്രഹ്മണ്യപുരത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. നേത്രാവതിയുടെ മരണത്തിൽ സംശയമുണ്ടെന്ന് സഹോദരി പറഞ്ഞു. അവർ SHO അറിയിച്ചപ്പം അത് മകളെ സംശയമുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം അമ്മയുടെ മരണസമയത്ത്, മരിച്ചതിൻ്റെ ചടങ്ങ് സമയത്ത് ഇവളില്ല, അവൾ മാറിക്കളഞ്ഞു. ഫ്യൂണറലിലെ ഒരു ചടങ്ങിനും ആ കുട്ടി പങ്കെടുത്തില്ല, എവിടെയോ ഒളിവിൽ നിന്നു. ഇതൊക്കെ സംശയമാണ്. പോലീസ് എന്തായാലും അവളെ വിളിച്ച് ചോദ്യം ചെയ്തു. നേത്രാവതിയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് കണ്ടെത്തി. ചെയ്തത് മൈനറാണ്. മകളുടെ കൂട്ടുകാരായ 4 ആൺകുട്ടികളും. ആ 4 ആൺകുട്ടികളെയാണ് അമ്മ നേത്രാവതി തൻ്റെ മുറിയിൽ കണ്ടത്. അവനെ ഇറക്കി വിട്ട് വിരട്ടി ഓടിച്ചു. ആ കൂട്ടുകെട്ട് നല്ലതല്ല എന്ന അമ്മ മകളുടെ അടുത്തൊരു വൈരാഗ്യം മകൾക്കും ഈ 4 മൈനർ കുട്ടികൾക്കുണ്ടായി. അമ്മയെ കൊല്ലാൻ തീരുമാനിച്ചു മകളും കൂട്ടുകാരന്മാരും. അങ്ങനെ അമ്മയുടെ മുറിയിൽ അമ്മയുടെ ഈ 4 പയ്യന്മാർ വൈകിട്ട് കഴുത്ത് ഞെരിച്ചു. അമ്മ ശ്വാസം മുട്ടി. അപ്പം ബോധമറ്റ് കിടന്നു. അതിനുശേഷം മകളും 4 കൂട്ടുകാരും, സോഷ്യൽ മീഡിയയിലും മറ്റും ഇവർ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിച്ചിട്ടുണ്ടാവണം. അൺകോൺഷ്യസ് ആയ ഒരാളെ സിംറ്റം കാണിച്ചു കൊടുക്കുക, ഇവർക്ക് രക്ഷപ്പെടാം. അത്ര വിവരങ്ങളൊക്കെ അവർ പഠിച്ചു വച്ചിരിക്കുന്നു. അതിന് ക്രിമിനൽ സൈഡിലോട്ട് മക്കൾ ഇപ്പോഴത്തെ തലമുറ ധാരാളം സഞ്ചരിക്കുന്നു. അതിനുശേഷം അവർക്കൊരു ആവശ്യം വരുമ്പോൾ അത് പ്രയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവരെ പിടിക്കില്ല എന്നൊക്കെയാണ് അവരുടെ ധാരണ. പോലീസിൻ്റെ വർക്ക് എന്താണെന്ന് അതുങ്ങൾക്ക് അറിയില്ല. ഈ ചാനലിൽ അല്ലെങ്കിൽ യൂട്യൂബും അവിടെയൊക്കെ കേട്ടുള്ള പരിചയം മാത്രം. എന്താണ് പോലീസ് വർക്കെന്ന് അതിനകത്തൊന്നും മനസ്സിലാകില്ല. ഏതായാലും മൈനറായ 4 പേരെയും അവർ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 4 ആൺകുട്ടികളെയും ഈ പെൺകുട്ടി 5 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരെ ദുർഘട പരിഹാരശാലയിലേക്ക് അയച്ചു. കാരണം ഇതൊരു പക്ക മർഡറാണ്. 35 വയസ്സുകാരി അമ്മയാണ് അവർ 5 പേരുടെ കഴുത്ത് ഞെരിച്ച് ബോധം കെടുത്തിയിട്ട് തൂക്കിയത്. അതേപ്പറ്റി നല്ല നോളജ് ഈ ക്രിമിനൽ സൈഡിൽ നന്നായിട്ട് വികസിച്ചിട്ടുണ്ട് മകൾക്കും കുട്ടികൾക്കും എല്ലാം. അതുകൊണ്ട് ഇതുപോലെയുള്ള അറ്റംപ്റ്റ് പല സ്ഥലത്തും ഇപ്പം മൈനറായ കുട്ടികൾ വരെ ചെയ്തു തുടങ്ങുന്നു. അതിൽ നിന്ന് ഒരു ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ
അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ തന്നെ മൈനറായ പല കുട്ടികളും 12, 13, 14 വയസ്സായ കുട്ടികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2025 ഒക്ടോബർ 25 ഈ സുബ്രഹ്മണ്യപുര പോലീസ് സ്റ്റേഷൻ കർണാടകയിലുള്ള ബാംഗ്ലൂരിലുള്ള ഈ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ സംഭവം ഉണ്ടായത്. പോലീസ് വളരെ ഡീപ്പായിട്ട് തന്നെ അന്വേഷിച്ചില്ല. കേരളത്തിൽ ഇതുപോലെ ധാരാളം സംഭവങ്ങളുണ്ട്. കാരണം ADMൻ്റെ മരണമൊക്കെ നമുക്കറിയാമല്ലോ. അത് ഇതുപോലെ അൺകോൺഷ്യസ് ഒരാളെ തൂക്കിക്കഴിഞ്ഞാൽ തൂക്കത്തിൻ്റെ എല്ലാ സിംറ്റവും ഉണ്ടാവും. അത് നല്ല വിവരമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇവിടെ ഈ കേസിനകത്ത് തന്നെ കൃത്യമായിട്ട് അമ്മയെ കഴുത്ത് ഞെരിച്ച് അൺകോൺഷ്യസ് ആക്കി തൂക്കി. ഇതേ രീതിയിലുള്ള പല സംഭവവും കേരളത്തിലുണ്ട്. പക്ഷേ ചില പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ, നല്ല ഇൻവെസ്റ്റിഗേറ്റർക്ക് മാത്രമേ അത് പിടിക്കാൻ കഴിയുള്ളൂ. മികവുറ്റ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് പിടിക്കും. അതേസമയത്ത് വലിയ വിവരങ്ങളില്ലാത്ത മീശയും പിരിച്ച് നടക്കുന്ന പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ആൾക്കാരെ പീഡിപ്പിക്കും, അല്ല ആൾക്കാരെ വിരട്ടാനായിട്ട് കൊള്ളാം, അവരെ ഭീഷണിപ്പെടുത്താൻ കൊള്ളാം. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റീവ് ടാലൻസ് വളരെ കുറവാണ്. ധാരാളം പേരെ കാണുന്നുണ്ട് പോലീസിൽ. അതേസമയത്ത് നല്ല വെറ്ററന്മാർ, നല്ല ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ധാരാളം പേരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചില കേസുകളിൽ അന്വേഷണം തുടക്കത്തിൽ തന്നെ പാളിപ്പോയാൽ അങ്ങനെയുള്ള സമയത്ത് അതൊരു സൂയിസൈഡായിട്ട് തന്നെ പലരും ട്രീറ്റ് ചെയ്യും. ധാരാളം സംഭവങ്ങൾ അതുപോലെ ഇപ്പം വരുന്നുണ്ട്. അതുപോലെ ട്രൗണിങ് കേസിനകത്തും ഇതുപോലെ ചില ട്രൗണിങ് ആണെന്ന് വിചാരിക്കും, വെള്ളത്തിൽ തള്ളിയിടുകയോ നിയന്ത്രിയാതെ തള്ളിയിടുകയോ വെള്ളത്തിൽ മുക്കിപ്പിടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രഷറൊന്നും അവർ മരണപ്രാളത്തിൽ മറ്റേ ഈ കൊല്ലാൻ ശ്രമിക്കുന്ന ആളുടെ കയ്യിലോ കാലിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പറയുന്ന രീതിയിലുള്ള പ്രഷറൊന്നും ചിലപ്പം ആ പ്രതി അല്ലെങ്കിൽ കൊല്ലുന്ന ആളുടെ അവരുടെ ശരീരത്തിനുണ്ടാവില്ല. കൺഫ്യൂഷനൊന്നും കാണാൻ സാധ്യത കുറവുണ്ട്. എന്തായാലും ബാംഗ്ലൂരിൽ നടന്ന ഈ സംഭവം കർണാടക മുഴുവൻ ആൾക്കാരെ ഞെട്ടിച്ചു. കാരണം ഇത് വലിയ കുട്ടികളല്ല കൊന്നത്, മൈനറാണ്. ഏക മകളാണ് അമ്മയുടെ. അവർ ഡയറി ഫാം നടത്തി കഷ്ടിച്ച് ജീവിച്ചു വരുന്ന അമ്മയുടെ ഏക മകളും മൈനറായ മകളും മകളുടെ കൂട്ടുകാരായ 4ഓളം മൈനർ ആൺകുട്ടികളും ചേർന്ന് കൊലപാതകം നടത്തിയെന്ന് കഴിഞ്ഞപ്പം കർണാടക മുഴുവൻ ഞെട്ടിപ്പോയി. കാരണം ഈ രീതിയിലുള്ള പല സംഭവങ്ങളും ഇതുപോലെ സൂയിസൈഡാണെന്ന് പറഞ്ഞ് എഴുതി തള്ളിയിട്ടുണ്ടാവും പോലീസ്. അവിടെ സുബ്രഹ്മണ്യപുര പോലീസ് സ്റ്റേഷനിലും ഇത് തന്നെ ഉണ്ടായത്. പിന്നെ അമ്മയുടെ ആ മരണപ്പെട്ട സ്ത്രീയുടെ നേത്രാവതിയുടെ ഇളയ സഹോദരിക്കൊരു ഡൗട്ട്. കാരണം ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടാവുക എന്നറിയില്ല, 4 കുട്ടികളെ തൻ്റെ മുറിയിൽ കണ്ടു, ആൺകുട്ടികളെ, മകളുടെ കൂട്ടുകാരായ 4 മൈനർ കുട്ടികളെ. ഇതെല്ലാം വെച്ചപ്പോൾ അവർക്ക് സംശയമായി. പിന്നെ സബ്സിക്വൻ്റ് കോണ്ടാക്റ്റാണ് ഇതിനകത്ത്. മരണാനന്തര ചടങ്ങിലൊന്നും ആ നേത്രാവതിയുടെ മകൾ പങ്കെടുത്തില്ല. അവൾ മാറി നിന്നു, ഒളിവിപ്പോയി, അതാണ് സബ്സിക്വൻ്റ് കോണ്ടാക്റ്റാണ് പോലീസ് ആ നേത്രാവതിയുടെ സഹോദരിക്ക് സംശയം. അത് പോലീസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടികളെ ക്വസ്റ്റ്യൻ ചെയ്തതോടുകൂടി അത് ബ്രേക്കായി. അങ്ങനെയാണ് ആ കേസ് തെളിഞ്ഞത്.